ബംഗാളിൽ ഇ.ഡി. സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിച്ചുവരുത്തി ഗവർണർ CV ആനന്ദബോസ്. സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടി. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പരിശോധന നടത്താൻ എത്തിയപ്പോഴായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, നാട്ടുകാർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ചീഫ് സെക്രട്ടറി അടക്കം വിളിച്ചു വരുത്താനുള്ള അത്യുത്സാഹം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തുകൊണ്ട്? വേണു, ഇന്ന് രാവിലെയാണ് ED സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. 24 നോർത്ത് പർഗാന എന്ന ജില്ലയിലെ സന്ദേശ് കാലി എന്ന മേഖലയിൽ വെച്ചാണ് ED സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗവർണർ DGPയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ NIA അന്വേഷണം കൂടി BJP ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനങ്ങൾ തകർന്നിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രം ഉടൻ ഇടപെടണം എന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ സംസ്ഥാനത്ത് EDയുടെ നടപടി തുടരുമ്പോൾ പോലും ഇത്തരമൊരു സംഭവം കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണർ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയും കൂടാതെ DGPയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരം ഇപ്രകാരമാണ്. ED വൃത്തങ്ങൾ നൽകുന്നത് പ്രധാനമായും ജ്യോതി മാലിക്കുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഷാജഹാൻ ഷെയ്ഖ് എന്ന TMC നേതാവ്. ഈ TMC നേതാവിന്റെ വീട്ടിലേക്കുള്ള പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ഇത്തരം ആക്രമണം ഉണ്ടായത്. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്ക് എത്തിയതെന്നായിരുന്നു ED വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്ന വിവരം. അതേസമയം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ഷാജഹാൻ ഷെയ്ഖിനെതിരെ നടപടി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ചില ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ ED വൃത്തങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ഒരു റേഷൻ സ്കാം എന്ന ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് സന്ദേശ് കാലി എന്ന മേഖലയിൽ റെയ്ഡിനെത്തിയെന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നടപടി തുടരാൻ തന്നെയാണ് തീരുമാനം. കൂടാതെ ഈ അക്രമത്തിന് പിന്നാലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് BJPയും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യം കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.